കാന്തപുരം വിഭാഗം കെ.സി. വേണുഗോപാലിനായി പരസ്യമായി നിലപാടെടുത്തു. എം.എൻ. കാരശ്ശേരി ഒരിക്കൽ പറഞ്ഞതാണ് ശരി. NSS ജനറൽ സെക്രട്ടറിയും SNDP യോഗം ജനറൽ സെക്രട്ടറിയും കാന്തപുരവും ഒരാളെ എതിർക്കുന്നുണ്ടെങ്കിൽ അയാളിൽ എന്തോ ഒരു ഔഷധ ഗുണമുണ്ട്. അതാണിപ്പോൾ ശരിയായി വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എല്ലാ സമുദായ നേതാക്കൾക്കുമുള്ള തിരിച്ചടിയാണ്. VD സതീശന്റെ തെരഞ്ഞെടുപ്പല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി അത് ഒരു മതേതര കേരളത്തിന്റെ ജനവിധിയാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള VD സതീശന്റെ വരവ് അത് എല്ലാ സമുദായ നേതാക്കളുടെയും നിലപാടുകൾക്കുള്ള തിരിച്ചടിയാണ്. ഒരു വേള കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ആഗ്രഹിച്ചത് ഈ സമുദായ നേതാക്കൾ അവർക്ക് സ്വീകാര്യരല്ല VD സതീശൻ എന്ന് പറയുമ്പോൾ സതീശൻ ഒഴിവാക്കപ്പെടുമെന്നാണ്. കോൺഗ്രസിൽ അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുമുണ്ട്. ഈ നേതാക്കളുടെ ഇംഗിതത്തിന് വഴങ്ങി പല സ്ഥാനങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ നേതാക്കൾക്ക് ഒരു വിലയുമില്ലെന്ന് കേരളം തെളിയിച്ചു. ആ സമുദായാംഗങ്ങൾ തന്നെ തെളിയിച്ചു. ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം തെളിയിച്ചു. ലീഗിനെ കുറിച്ച് സുരേഷ് പറഞ്ഞതുപോലെ ഹീനമായ പരാമർശമാണ്. BJP പറഞ്ഞാലും ഈ സമുദായ നേതാക്കൾ പറഞ്ഞാലും മുസ്ലിം ലീഗ് എന്ന് പറയും, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDFന്റെ ഘടകകക്ഷിയാണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയാണ്. ആ UDFനാണ് ജനവിധി കിട്ടിയത്. അപ്പോൾ പിന്നെ ലീഗ് അവിടെ അഭിപ്രായം പറയില്ലേ? ലീഗിന് അഭിപ്രായം പറയും. ലീഗിന് അധികാരം രസകരമായ കാര്യം, ലീഗ് പറഞ്ഞതിനെക്കാട്ടിലും കടുത്ത അഭിപ്രായം പറഞ്ഞ PJ ജോസഫാ. ബെറ്റർ ആൻ ഇലക്ടഡ് MLA എന്ന് അദ്ദേഹം പറഞ്ഞു. വേണ്ടെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ലല്ലോ. തെരഞ്ഞെടുത്ത ഒരു MLA ആവണമെന്ന് മാത്രമല്ല എന്ന് പറഞ്ഞത് വഴി KC വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞ PJ ജോസഫിനോട് പ്രതിഷേധമില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ നിങ്ങൾ ആലപ്പുഴ ജയിക്കില്ലെന്ന് ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞ ഷിബു ബേബി ജോണ് പ്രതിഷേധമില്ല. പക്ഷേ ജനവികാരം മാനിക്കണമെന്ന് പറഞ്ഞ പാണക്കാട് തങ്ങളോടും ലീഗിനോടും മാത്രമാണ് ഇവർക്കെല്ലാം പ്രതിഷേധം. ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും അത് UDFന്റെ ഘടകകക്ഷിയാണെന്നും മറന്നിട്ടുള്ള പ്രതികരണമാണിത്. ഇതിപ്പം ഇവര് ഒരു അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു ചാല എറിഞ്ഞിടുന്നതാണ് സുരേഷ്. എന്ത് കാര്യം വന്നാലും ലീഗിന്റെ സമ്മർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശനെ വിമർശിക്കാമല്ലോ ഈ